17-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളെടുത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. സ്തോത്രം. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം കാക്കും. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നീ പ്രമാണിക്കുമെങ്കിൽ ഞാൻ നിന്നെ, അല്ലേ, എങ്ങനെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നീ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിന്നെ കാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും, സ്തോത്രം, ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ നീ കാക്കണം. നോക്കിയേ, ദൈവത്തിൻ്റെ വചനം നമ്മൾ എങ്ങനെ കാക്കണമെന്ന് നോക്കിയേ. എത്ര സൂക്ഷ്മതയോടെ നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. സ്തോത്രം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യത്തില്ല, എന്നിട്ട് പറയാം ദൈവം ചെയ്യേണ്ടത് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യും. നമ്മൾ പിന്നെ പരാതിക്കാരായിട്ട് മാറുക. ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ഒത്തിരി വശങ്ങൾ നമ്മൾ ചിന്തിച്ചു ആ സങ്കീർത്തനത്തിൽ കൂടെ. അതിലേക്കൊന്നും ഞാൻ കയറിപ്പോകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ എന്നെ നിങ്ങളെ ഭരമേൽപ്പിച്ച ഒരു ചെറിയ ഉത്തരവാദിത്വമുണ്ട്. ഓരോ ദിവസവും പൊഴിച്ചിട്ട് തരുന്ന വചനം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നീ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അത്രയ്ക്കും സൂക്ഷ്മതയോടെ നീ കൊണ്ടു നടന്നാൽ ആ പ്രമാണം നിന്നെ സൂക്ഷിക്കും. പ്രമാണത്തിൻ്റെ ദൈവം സൂക്ഷിക്കും. പ്രമാണത്തിൻ്റെ ദൈവം കൈവിടുന്ന ദൈവമല്ല. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാ. പോഷ്ക് പറയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വ്യാജം പറവാൻ അവൻ മനുഷ്യനല്ല. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ദൈവം കാക്കും. 8 കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. സ്തോത്രം, അല്ലേ. ദൈവസഭയ്ക്ക്, ക്രിസ്തുവിന്, കാരണം കണ്ണിരിക്കുന്നത് മുഖത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ്. കണ്ണാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞതുപോലെ, തലയുടെ സൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യം എന്നപോലെ ദൈവസഭയ്ക്കും ക്രിസ്തുവിനും ഒക്കെ, സ്തോത്രം, നമ്മൾ സൗന്ദര്യം അലങ്കരിക്കുന്നവരായിരിക്കണം. ഓർണമെൻറ്റ്സ്. സ്തോത്രം, ഹല്ലേലൂയ. അതിന് 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 1, ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 2, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 3, സ്നേഹത്തിൻ്റെ മാതൃകയായിരിക്കണം. 4, താഴ്മ ധരിച്ചവരാകണം. 5, പഠന മനസ്സുള്ളവരായിരിക്കണം. 6, സഹിഷ്ണുത കാണിക്കുന്നവരായിരിക്കണം. 7, വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. 8, നീ ഒരു വാക്കിംഗ് ബൈബിളായിട്ട് മാറണം. സ്തോത്രം.